കാരണന്മാർ പറയും മരം ഉപയോഗിക്കാൻ, പക്ഷെ ചെതല് പിടിക്കുക, കുത്തുക, ഇതൊക്കെയാണല്ലോ മരത്തിന്റെ പ്രശ്നങ്ങൾ. അതിനുള്ള പരിഹാരമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന മുതൽ. ഇമ്പോർട്ടഡ് ഐറ്റം കേട്ടോ, ഒരിക്കലും ചെതല് പിടിക്കില്ല, 25 വർഷം വാറണ്ടി. നമ്മുടെ ട്രീറ്റിന്റെ മരം ഉപയോഗിച്ചാൽ എനിക്ക് 100% പറയാം ചെതൽ എന്നുള്ള പ്രശ്നം വരില്ല. ഞങ്ങളുടെ ഹാർഡ്വുഡ്സിന് ആക്ച്വലി 2500 തൊട്ട് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മരങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് ഫർണിച്ചറുകളും പണിയാം. പിന്നെ വുഡൻ പാനലിങ്, പിന്നെ വുഡൻ ഫ്ലോറിങ്, പിന്നെ കട്ട്ല ജനല പറഞ്ഞതുപോലെ ഡോറ്, ഇതിനെല്ലാം ഉപയോഗിക്കാം. QR കോഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഏത് ഒറിജിനലിൽ നിന്നാണ് വരുന്നത്, അതിന്റെ സർട്ടിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മരത്തിന് ചെതല് പിടിക്കുവോ, കുത്തുവോ, ബെൻഡാവോ എന്നുള്ള ടെൻഷനെ വേണ്ട, ധൈര്യമായിട്ട് വീടുകളിലേക്ക് മരം ഉപയോഗിക്കാം. കിങ് ഓഫ് ഓൾ ടിമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ബെർമാറ്റീക്കാണ്. അത് ലോകത്തെ ഏറ്റവും നല്ല തേക്ക് എന്ന് അറിയപ്പെടുന്നത് ബെർമാറ്റീക്കാണ്. അത് ബർമയിൽ നിന്നാണ് വരുന്നത്. ഇത് ഓരോ രാജ്യത്തുനിന്ന് അവരുടെ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത് ഈ മരം വെട്ടാറിയായി എന്നുള്ള സർട്ടിഫിക്കേഷന് ശേഷമാണ് ഈ മരം അവിടെ കട്ട് ചെയ്യപ്പെടുന്നതും. സാധാരണ മരം വാങ്ങി നമ്മൾ തന്നെ മില്ലിലൊക്കെ കൊണ്ടുപോയി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര ചെലവില്ലേ. എന്നാൽ ഇത് അങ്ങനെയൊന്നും വേണ്ട, നിനക്ക് സൈസുകളായിട്ട് നേരെ വാങ്ങി കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ മെർബാവ് എന്ന് പറഞ്ഞ മരം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന മരവും ഇതിനകത്ത് ഇതാണ്. ഇന്തോനേഷ്യ. കേരളത്തില് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മരം പിൻഗാഡോ ആണ്. മരത്തടിയുടെ കാര്യത്തിൽ ഒരുപാട് അപ്ഡേഷനുകൾ മിസ്സായി പോയോ എന്നാണ്. അത് തീർച്ചയായിട്ടും അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 0 കട്ടിങ് വേസ്റ്റേജ് ആണ്. വേറെ അതിനകത്തൊന്നും നമ്മൾ പറയുന്ന അതേ ഡയമെൻഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ ഡയമെൻഷനിൽ ഞങ്ങൾ കട്ട് ചെയ്ത് തരും. ഞങ്ങളുടെ മരത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏത് ജില്ലയിൽ ഏത് ഡീലറിനെ തിരഞ്ഞെടുക്കണം, അയാൾക്ക് മരവുമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഡീലറിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡീലേഴ്സിന് എല്ലാ ജില്ലകളിലും ഡീലേഴ്സിന് കാർപ്പൻ്റർ യൂണിറ്റും അവൈലബിൾ ആണ്. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണല്ലോ മെയിൻ ഡോറും ജനലുകളൊക്കെ. പണ്ട് കാലം മുതലേ വുഡാണ് അല്ലെങ്കിൽ മരത്തടിയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളായിട്ട് വ്യത്യസ്ത മെറ്റീരിയലുകൾ കയറി വന്നിട്ടുണ്ടെങ്കിലും മരത്തടി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. പക്ഷെ ചെതല്, കുത്തല്, ഇതൊക്കെ തന്നെയല്ലേ പ്രശ്നക്കാരൻ. അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരിക്കലും ചെതല് പിടിക്കാത്ത 25 വർഷം വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, ട്രീറ്റ് ആണ്. നമ്മുടെ കൂടെ ഉള്ളത് ട്രീറ്റിന്റെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്, ഷൈൻ സാർ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റാണ്. കാരണം മരത്തടി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അതിൽ വില്ലൽ ചെതൽ അല്ലെ, കുത്തൽ, ഇത് ഇനി വരില്ല. അതെ, ഇനി നമ്മുടെ ട്രീറ്റിന്റെ മരം ഉപയോഗിച്ചാൽ എനിക്ക് 100% പറയാം ചെതൽ എന്നുള്ള പ്രശ്നം വരില്ല. അതെ, 100% എടുത്തു പറയണം. കാരണം 25 വർഷം വാറണ്ടി, ഗവൺമെന്റ് പോലും 15 വർഷം ലൈഫ് ടൈം പറയാറുള്ളൂ, ഇത് 25 വർഷമാണ്. ഇതിൽ ഈ മരം കറക്റ്റായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ മരത്തിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷമല്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് 25 വർഷം എന്ന് പറയുന്നതാണ്. ഇതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിന് വേണ്ട സമയത്ത് അതിന് പോളിഷ് ചെയ്യുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ ലൈഫ് ടൈം അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരെയും. അതെ അതെ അതെ, പണ്ട് കാലം മുതലേ നമ്മളെ കാരണന്മാർ പറയാറുണ്ട് മരത്തടി ഉപയോഗിച്ച് നമുക്ക് വർഷങ്ങളോളം അല്ലെ, തലമുറകൾ അത് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാലത്ത് അത് നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചു പിടിക്കുകയാണ് നമ്മൾ. ഇത് തിരിച്ചു പിടിക്കുകയാണ്. കാരണം അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കാലങ്ങളിൽ നമ്മളുടെ ഇവിടെ റോങ് ആയിട്ടുള്ള മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതെ, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂപ്പുള്ള ആഞ്ഞിലി അല്ലെങ്കിൽ വണ്ണമുള്ള ഒരു ആഞ്ഞിലിയോ പ്ലാവോ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും വരില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന ആഞ്ഞിലിയും പ്ലാവും, അത് ഉരുപ്പടികളായിട്ട് കിട്ടുന്ന ആഞ്ഞിലിയും പ്ലാവുകളെല്ലാം വണ്ണം കുറഞ്ഞ മരങ്ങളിൽ നിന്നും ചെറിയ ശിഖരങ്ങളിൽ നിന്നും പിടിച്ച സൈസുകളാണ്. അതെ അതെ, അത് മൂപ്പൊക്ക ഇതാവാതെ ആ മരം മുറിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ആ മരത്തിന് വളയാനുള്ള ചാൻസും ചെതല് അതിനകത്ത് അട്രാക്റ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇടക്കാലങ്ങളിൽ ഈ ഇങ്ങനെയുള്ള മരങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എന്താ പ്രശ്നം?
മരം കൊള്ളില്ല എന്നാണ് ആ ഒരു വാക്ക് വന്നു. അപ്പൊ മരത്തിനായ കുറ്റം, പക്ഷെ അത് ഉപയോഗിച്ച രീതിയല്ല. സെലക്ട് ചെയ്ത മരത്തിന്റെ എല്ലാ കുറ്റം. ആ മരം എന്ത് മരമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അത് റോങ് ആയി പോയി, നമ്മുടെ ചോയ്സ് റോങ് ആയി പോയത് ആരും പറയില്ലല്ലോ. ഞാൻ മരം എടുത്തു. അതെ, എന്ത് മരമാണ് ഏതാന്നല്ല. ഓക്കെ, പണ്ട് കാലം മുതൽക്ക് തന്നെ മരത്തടി ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. അത് കാട്ടിൽ പോയിട്ട് വെട്ടിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നാട്ടിലെ മരം വെട്ടുന്ന ഒരു സിസ്റ്റം റൗണ്ട് ലോഗായിട്ട് വരുന്നു അല്ലേ? അതെ. പക്ഷെ പലരും കബളിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമാണത്. വീട്ടിലേക്ക് മരത്തടി വേണം, നമ്മൾ മരം എടുക്കാൻ പോകുന്നു, ആ മരത്തിന്റെ മേജർ പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സെന്ററിലെ കാതൽ എന്ന് പറയുന്ന ഭാഗമല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഈ ഫുൾ മരത്തടി നമ്മൾ വാങ്ങുകയും വേണം, കുറെ വേസ്റ്റ് ആയി പോകുന്നു, അതിന്റെ ബാക്കിലേക്ക് ഓടി നടക്കുന്നു, കുറെ ലേബർ ചാർജ്, ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഈ സൈസ് വാങ്ങാൻ എളുപ്പം. അത് ആളുകൾ എന്തുകൊണ്ട് അതിലേക്ക് വരുന്നില്ല? അത് അതിനകത്ത് വരുന്നില്ലാത്തതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ കബളിപ്പിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ്. വീണ്ടും ആ ഒരു പേടി, ആ പേടി തന്നെയാണ് ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റൗണ്ട് ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുന്ന പ്രൊഡക്റ്റ് കറക്റ്റാണെന്നുള്ളത്, അല്ലെങ്കിൽ അത് ആ മരം തന്നെയാണെന്ന് അവന് വ്യക്തമായിട്ട് ഉറപ്പുവരുത്താൻ പറ്റും. ഒരു സൈസ് വുഡിലാവുമ്പോൾ അതിൻ്റെ സെയിം കളറും സെയിം ടെക്സ്ചറും ഉള്ള വേറെയും സ്പീഷീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ ഇടനിലക്കാരന് കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ പറ്റും. ഈ പറ്റിക്കപ്പെടുമെന്നുള്ള ഭയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈസ്ഡ് ബിസിനസ്സിൽ നിന്ന് കസ്റ്റമേഴ്സിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റും. അതിനും ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ട്രീറ്റ് വന്നിരിക്കുന്നത്. ട്രീറ്റിൽ ഉപയോഗിക്കുന്ന ഓരോ മരങ്ങളും ഈ പറയുന്ന ഞങ്ങളുടെ സ്റ്റിക്കറും ഞങ്ങളുടെ ലേസർ മാർക്കിങ്, അപ്പുറത്തെ സൈഡിലെ ലേസർ മാർക്കിങ്ങും ഉണ്ടാവും. ഈ ലേസർ മാർക്കിങ്ങിലുള്ള മരങ്ങൾ മാത്രമാണ് ട്രീറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ QR കോഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഏത് ഒറിജിനലിൽ നിന്നാണ് വരുന്നത്, അതിന്റെ സർട്ടിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ നമ്മളെല്ലാം സൈസസ് ആണ്. അത് ശരിക്കും ഉപയോഗിക്കേണ്ട വാതിൽ കട്ടില, ജനൽ കട്ടില, വേറെ എന്തെല്ലാം ആവശ്യം, ഫർണിച്ചറിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫർണിച്ചറിന് ഉപയോഗിക്കാം. നമ്മുടെ നമുക്ക് 6 വെറൈറ്റീസാണ് ഉള്ളത്. അതിനകത്ത് പർപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞ മരം ഫർണിച്ചേഴ്സിന് നല്ല, അതും എക്സ്റ്റീരിയർ ഫർണിച്ചറിനല്ല, ഇന്റീരിയർ ഫർണിച്ചറിന് ഉപയോഗിക്കാം. പിന്നെ ഈ മരങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് ഫർണിച്ചറുകളും പണിയാം. പിന്നെ വുഡൻ പാനലിങ്, പിന്നെ വുഡൻ ഫ്ലോറിങ്, പിന്നെ കട്ടില ജനല പറഞ്ഞതുപോലെ ഡോറ്, ഇതിനെല്ലാം ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം നമ്മളുടെ ഈ 6 വെറൈറ്റീസും ഞങ്ങളുടെ മദർ കമ്പനിയുടെ പേര് VS Timbers എന്നാണ്. ഈ VS Timbers ഒരു കാര്യം, അതിനിടയ്ക്ക് മൂവാറ്റുപുഴയാണ് നമ്മുടെ ബേസ്. മൂവാറ്റുപുഴയാണ് ബേസ്. അപ്പൊ ഈ VS Timbersൽ ഞങ്ങള് 23 തരം മരങ്ങൾ ഡീല് ചെയ്തുകൊണ്ടിരുന്നതാണ്. റൗണ്ട് ലോഗ്സിൽ. എത്ര വർഷമായിട്ട്? 43 വർഷമായി. ഫാദറായിട്ടാണ് തുടങ്ങിയത്. ഫാദറിന്റെ പേര് VU സിദ്ദീഖ്, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പൊ ഞങ്ങള് ഇത് ഈ 23 സ്പീഷീസുകളും റൗണ്ട് ലോഗ് ഫോമിലാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ 23 സ്പീഷീസിൽ കേരളത്തിന്റെ വെതറിന് ആപ്റ്റ് ആയിട്ടുള്ള 6 വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും അതിനകത്ത് ബാക്കിയുള്ള വെറൈറ്റീസ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പക്ഷെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയ 6 വെറൈറ്റീസ് സുനിശ്ചിതമായിട്ട് 100% ആയിട്ട് 25 വർഷത്തിന് മേളിൽ ഈട് നിൽക്കുമെന്നുള്ള മരങ്ങളെ മാത്രമാണ് ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഒരുപാട് സ്റ്റോക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതടക്കട്ടെ, ചെറുതെടുക്കാം, ഇത് മതി. ഞാൻ മനസ്സിലാക്കുന്നതേ, നമ്മൾ സാധാരണ രീതിയിൽ ട്രീറ്റ് ചെയ്ത വുഡിന്റെ വെയിറ്റ് കുറയും, അത് വെച്ച് നന്നായിട്ട് ഫർണിച്ചർ ചെയ്യാന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 6 വെറൈറ്റീസും ഹാർഡ് വുഡ്സ് ആണ്. ഹാർഡ് വുഡ് ആണ്. പിന്നെ 5 വെറൈറ്റി ഹാർഡ് വുഡ് ആണ്, ഒരെണ്ണം ടീക്കുമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന വെയിറ്റ് കുറയുന്നത് സോഫ്റ്റ് വുഡ് ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഇപ്പോൾ മരങ്ങളിൽ തന്നെ ഇപ്പൊ നമുക്ക് പറയാം സോഫ്റ്റ് വുഡ്, സെമി സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ്, അങ്ങനെ നമുക്ക് വെറൈറ്റീസ് ആയിട്ട് തിരിക്കാം. സെക്ഷൻ ആയിട്ട് തിരിക്കാം. അതിനകത്ത് ഈ സോഫ്റ്റ് വുഡും സെമി സോഫ്റ്റ് വുഡും ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ജലാംശം വലിയുമ്പോൾ ആ മരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. പക്ഷെ ഈ ഹാർഡ് വുഡില് സ്പീഷീസിൽ അതിന്റെ ജലാംശം കുറയുമ്പോൾ അതിന്റെ വെയിറ്റിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ആകെ മൊത്തം അതിനകത്തുള്ള തിക്നെസ്സിൽ അല്ലെങ്കിൽ വിട്ടിൽ ഒരു ചെറിയ ശ്രിങ്കേജ് വരും. അത് നമുക്ക് നല്ലതാണ്. അപ്പൊ ഭാവിയിൽ പിന്നെ ആ മരം ഒരു ശ്രിങ്കേജ്
ഇല്ലാതെ ആവാൻ സഹായിക്കും ഈ ട്രീറ്റ്മെന്റ്. അതാണ് ഈ ട്രീറ്റ്. ശരിക്കും ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത് ഇവിടെയല്ല, നമുക്ക് ഈ സൈസുകളായിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? നമുക്ക് അഗൈൻ ഞാൻ പറഞ്ഞതുപോലെ 6 വെറൈറ്റീസ് ആണുള്ളത്. ഈ 6 വെറൈറ്റീസിൽ നമുക്ക് കിങ് ഓഫ് ഓൾ ടിമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ബെർമാറ്റീക്കാണ്. അത് ലോകത്തെ ഏറ്റവും നല്ല തേക്ക് എന്ന് അറിയപ്പെടുന്നത് ബെർമാറ്റീക്കാണ്. അത് ബർമയിൽ നിന്നാണ് വരുന്നത്, മ്യാൻമാർ. പിന്നെ ബർമയിൽ നിന്ന് വരുന്ന അയൺ വുഡ് എന്ന് വിളിക്കുന്ന വിളിപ്പേരുള്ള പിൻകാഡോ എന്ന് പറയുന്ന മരമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മരം പിൻകാഡോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മരമാണ് മെർബാവ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 23 കൊല്ലമായിട്ട് ഈ മരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെർബാവ് എന്ന് പറഞ്ഞ മരം അത് വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. പിന്നെ ഉള്ള 3 വെറൈറ്റീസും വരുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. സൗത്ത് അമേരിക്കയിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. അവിടെ നമുക്ക് സോമില്ലുണ്ട്. അവിടെ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനകത്ത് ഒരു മരത്തിൻ്റെ പേര് WPL, ഒരു മരത്തിൻ്റെ പേര് കാവുഡു, വേറൊരു മരത്തിൻ്റെ പേര് പർപ്പിൾ ഹാർട്ട്. 3ഉം സൗത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഈ പർപ്പിൾ ഹാർട്ടിനാണ് ഈ വയലറ്റ് എന്നറിയപ്പെടുന്നത്. ശരിക്കുള്ള പേര് അതിൻ്റെ പർപ്പിൾ ഹാർട്ട് എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടില് വയലറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഒരു വീട് പണിയുന്ന ആൾക്ക് എളുപ്പത്തിൽ ഇന്നത്തെ കാലത്ത് മരത്തടി വാങ്ങാം. ആ ഒരു രീതിയിലേക്ക് മാറ്റി കാര്യങ്ങള്. മുമ്പ് നമ്മളൊരു മരത്തടി കിട്ടി അതിന്റെ ക്യൂബിക് കണക്ക് അറിയാതെ ആ വീട്ടുകാരൻ ഒന്ന് വട്ടക്കറങ്ങും. ഈ ക്യൂബിക് കണക്ക് നിങ്ങൾ എന്താ ആർക്കും പറഞ്ഞു കൊടുക്കാതെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ക്യൂബിക് കണക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറയുന്നത് പോലെ ഇപ്പൊ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോണിലെ ക്യാമറ മതി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ടെക്നോളജികൾ വളരാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനകത്ത് എഗെയിൻ അജ്ഞരായിട്ടിരിക്കുന്നത്. അതെ, മരത്തടിയുടെ കാര്യത്തിൽ ഒരുപാട് അപ്ഡേഷനുകൾ മിസ്സായി പോയോ എന്നാണ്. അത് തീർച്ചയായിട്ടും അത് മിസ്സായി പോയിട്ടുണ്ട്. ഞങ്ങൾ എഗെയിൻ ഞങ്ങളുടെ മദർ കമ്പനി VS ടിമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ഡീലറായിരുന്നു. സൗത്ത് ഇന്ത്യയിലുള്ള സോമില്ലുകൾക്ക് മരങ്ങൾ കൊടുക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഇത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമറിലേക്ക് ഇതിപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷനുകൾ മിസ്സായി എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ടിമ്പേഴ്സിൽ വന്ന് നമുക്ക് മരത്തടി ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ സാമ്പിൾ പീസുകൾ വെച്ച് പറയാം അല്ലേ? സാമ്പിൾ പീസ് വെച്ച് തന്നെ പറയാം. ഓക്കെ, ഇത് ഞാൻ പറയാതെ തന്നെ പറയണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെർബാവ് എന്ന് പറയുന്ന മരം. നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന മരവും ഇതിനകത്ത് ഇതാണ്. ഇന്തോനേഷ്യ. ഇതാണ് ഞാൻ പറഞ്ഞ പിൻകാഡോ എന്ന് പറഞ്ഞ മരം. പിൻകാഡോ എന്ന് പറഞ്ഞ മരമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടേക്കുന്നത്. ഇപ്പോൾ മെർബാവിനേക്കാൾ പ്രൈസ് കൂടിയത് കൊണ്ടാണ് കുറച്ച് ഇതിന്റെ ചെലവ് കുറഞ്ഞേക്കുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ദ ക്വാളിറ്റി ഈസ് ആസ് ഗുഡ് ആസ് മെർബാവ്. ഇതാണ് WPL എന്ന് പറഞ്ഞ മരം. WPL എന്ന് പറഞ്ഞ മരം എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ സൗത്ത് അമേരിക്ക എന്നാണ് വരുന്നത്. ഇതാണ് കാവുഡു എന്ന് പറഞ്ഞ മരം. നമ്മുടെ ഒരു പ്ലാവിന്റെ ഒരു ഉണ്ട് ഇത്. പക്ഷെ ഇറ്റ്സ് എ ഫോറസ്റ്റ് പ്ലാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പറയാം. അതെ. ഇതാണ് എഗെയിൻ ബെർമാറ്റീക്ക്. ഗോൾഡനിഷ് കളർ ഉണ്ട്. അതിന്റെ ഐ മീൻ കിങ് ഓഫ് ഓൾ ടിമ്പർ എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാവുന്ന ബെർമാറ്റീക്ക്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ മരങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂത്ത് നല്ല സെറ്റ് ആയതിനു ശേഷം ആണ് ഇതൊരു മരത്തടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് അവര് ഓരോ രാജ്യത്തുനിന്നും നമ്മളിവിടുന്ന് ഒന്ന് വെട്ടിക്കൊണ്ടുവരുന്ന സിസ്റ്റം അല്ല മറ്റു രാജ്യത്ത്. എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് മരങ്ങൾ വരുന്നതിനകത്ത് അതിന്റെ മൂപ്പെത്തിയോ ആ മരം വെട്ടാറിയായോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയറും ഫോളോ ചെയ്താതാണ് ഡൊമസ്റ്റിക് മരങ്ങൾ വെട്ടുന്നത്. ഇപ്പൊ എൻ്റെ പറമ്പിലൊരു മരം ഉണ്ടെങ്കിൽ എനിക്ക് അത് വിൽക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വെട്ടുന്നു. അതിന് ആ മരത്തിന്റെ വണ്ണോ അല്ലെങ്കിൽ ആ മരം ഉപയോഗിക്കാൻ പോകുന്ന ആള് അതും കൊണ്ട് എന്താണോ ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഏത് രാജ്യത്തിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് വളരെ വാഗുലനാണ്. കാരണം അവർക്ക് അതൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഈ 6 വെറൈറ്റീസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഫോറസ്റ്റ് ഹാർഡ്വുഡാണ്. ഇത് ഓരോ രാജ്യത്തുനിന്ന് അവരുടെ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത് ഈ മരം വെട്ടാറിയായി എന്നുള്ള സർട്ടിഫിക്കേഷന് ശേഷമാണ് ഈ മരം അവിടെ കട്ട് ചെയ്യപ്പെടുന്നതും. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് അവർ കട്ട് ചെയ്ത മരം നമ്മൾ വാങ്ങുകയും അവിടെ നിന്നുള്ള ഫുൾ സർട്ടിഫിക്കേഷനോടി നമ്മൾ ഒരു രീതിയിലുള്ള
ഇല്ലീഗൽ മരങ്ങളോ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളോ ഇതിനകത്ത് ചെയ്യുന്നില്ല. 100% സർട്ടിഫിക്കേഷനോടുകൂടി ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മരങ്ങൾ മാത്രം ലോഗിങ് ചെയ്ത് അത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. 100 വർഷം ഏച്ചു വരുന്ന മരങ്ങൾ 100 വർഷം എന്ന് പറയുന്നത് തന്നെ 100 കൂടുതലുണ്ട്. ഈ മരം എന്നാണ് വളർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ നാച്ചുറലി ഗ്രോൺ മരങ്ങളാണ്. നാച്ചുറലി ഗ്രോൺ ഫോറസ്റ്റ് മരങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഈ മരം ഇനി വെട്ടിയില്ലെങ്കിൽ അത് ആർക്കും കൂടുതലാണ്ടായി പോകും. അതെ അതെ അതെ, അങ്ങനെ ആയി പോകും. അത് വരാതിരിക്കാനാണ് എല്ലാ രാജ്യങ്ങളും ഈ ഒരു പ്രോസസ്സ്. അത് അതിനെ സയന്റിഫിക് ഫെല്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് സയന്റിഫിക് ഫെല്ലിംഗ്. ഞങ്ങളുടെ ബ്രാൻഡ് വീഡിയോയിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഒരു മരം അതിന്റെ ആയുസെത്തിയാൽ അത് വഴിമാറിയേ പറ്റൂ. മറ്റു മരങ്ങൾക്ക് വേണ്ടി അത് തന്നെയാണ് വേണ്ടത്. അതിന് വേറൊരു പുതുജീവൻ നൽകുകയാണ് ഞങ്ങളെന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ്. അത് അങ്ങനെ തന്നെ വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ നിലമ്പൂർ തേക്കുകൾ അവിടെ ഫോറസ്റ്റിൽ വളരുന്നുണ്ട്. അത് കറക്റ്റ് ടൈമിൽ അവർ വെട്ടിയിട്ട് അത് സെയിൽ ചെയ്യുന്നുണ്ട്. അതേ പ്രോസസ് തന്നെയാണ്, അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നിലമ്പൂർ നമ്മുടെ ഇപ്പൊ കേരള ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവര് ചുമ്മാ ഒരു മരം പോയിട്ട് വെട്ടത്തില്ല. അതിന്റെ ഗ്രോത്ത് അതിൻ്റെ സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിയാൽ മാത്രമാണ് അവരതിനെ വെട്ടാനുള്ള അനുവാദം കൊടുക്കുകയുള്ളൂ. അതേ പ്രൊസീജിയർ തന്നെയാണ് ലോകത്ത് എല്ലാ ഗവൺമെന്റും ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇവിടെ മാത്രമുള്ള ഒരു റൂൾ അല്ല അത് എല്ലാ സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മരം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരങ്ങളെ പെട്ടെന്ന് കമ്പയർ ചെയ്യുന്ന ഡൊമസ്റ്റിക് ടിമ്പറായിട്ടാണ്. ആ ഡൊമസ്റ്റിക് ടിമ്പറായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റാന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും കാട്ടുകോഴിയും നാട്ടുകോഴിനായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ആ ഒരു മാറ്റം തന്നെയാണ് അല്ലേ. ഇപ്പോ നമ്മളിവിടെ വുഡുകൾ കുറെ കണ്ടു, കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ നാട്ടിൽ ഒരുപാട് മരങ്ങളുണ്ടല്ലോ, അതൊക്കെ മോശമാണോന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. എൻ്റെ ഫാദർ ടിമ്പർ ബിസിനസ് തുടങ്ങിയത് നാടൻ മരങ്ങളായിട്ടാണ്. പക്ഷെ നല്ല മരങ്ങൾ കിട്ടാതെ ആയപ്പോഴാണ് ഫാദർ ഈ ബിസിനസ് നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഫാദർ 1998 മരം ഇമ്പോർട്ട് ചെയ്യാൻ പോയത്. 1998 മരം ഇമ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പല പ്രതിസന്ധികളും ഫാദർ നേരിട്ടാണ്. ഇന്നത്തെ പോലെ അല്ല, ഇന്നത്തെ പോലെ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലല്ല നമ്മൾ താമസിക്കുന്നത്. 1998 വാസ് ഒരു ഓൾമോസ്റ്റ് 27 years ബാക്ക്. പക്ഷേ ഈ മരങ്ങൾ, ഇവിടുത്തെ മരങ്ങൾ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മൂപ്പുള്ള മരങ്ങൾ, നല്ല മരങ്ങൾ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ ആഞ്ഞിലിയുടെ ഒരു 80 ഇഞ്ച് വണ്ണമുള്ള ഒരു ആഞ്ഞിലിക്ക് 1700 രൂപ ടു 2000 രൂപ കൊടുക്കണം റൗണ്ട് ലോഗിന്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60% ഉരുപ്പടിയേ കിട്ടുള്ളൂ. പക്ഷെ ആ മരം നല്ലതാ, നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചു. ഞാൻ എൻ്റെ ഒരു കോമ്പറ്റിങ് മരമാണ്. പക്ഷെ ആ മരം പ്രശ്നമില്ല, ആ മരം ധൈര്യമായിട്ട് ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ കിട്ടുന്ന 1500 രൂപയുടെയും 2000 രൂപയുടെയും സൈസ് കിട്ടും ഈ ആഞ്ഞിലിയുടെ. അത് ഉപയോഗിക്കരുത് ദൈവത്തെ ഓർത്ത്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മരം ഇൻഡസ്ട്രിക്കാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്തപ്പേര് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മരം ഉപയോഗിക്കാറേ ആയിട്ടില്ല. നിങ്ങൾ 80 ഇഞ്ചും 90 ഇഞ്ചും 100 ഇഞ്ചും വണ്ണമുള്ള മരങ്ങൾ എടുത്ത് സൈസ് വെട്ടി നാടൻ മരം ഉപയോഗിച്ചോളൂ. ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില ഒരു പ്രശ്നം തന്നെയാണ്. ഭയങ്കര വിലയുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. മരത്തടിയാണ്, നിർബന്ധമുള്ള കാര്യമാണ്, വീടിന് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില? ഞങ്ങളുടെ മരത്തിന് എഗെയിൻ 6 വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഹാർഡ്വുഡ്സിന് ആക്ച്വലി 2500 തൊട്ട് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്യൂബിക് ഫീറ്റിനാണ് പറയുന്നത്. ഒരു ക്യൂബിക് ഫീറ്റിനാണ് വില പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 0 കട്ടിങ് വേസ്റ്റേജ് ആണ്. വേറെ അതിനകത്ത് ഒന്നും നമ്മൾ പറയുന്ന അതേ ഡയമെൻഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ ഡയമെൻഷനിൽ ഞങ്ങൾ കട്ട് ചെയ്ത് തരും. അതാണ് നമ്മളുടെ ഇവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാ അളവുകളും ലഭ്യമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കസ്റ്റമൈസ്ഡ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാക്ടറിയിൽ അത് പ്രോസസ് ചെയ്യാനുള്ള ഒരു സമയം അതൊരു 30 days to 40 days. അപ്പോൾ വിലയുടെ കാര്യം പറയുമ്പോൾ 2500 ടു ഞങ്ങൾക്ക് 12500 വരെയുള്ള വിലയുള്ള മരങ്ങൾ സൈസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് 12500 ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ബെർമാറ്റിക്കിനാണ്. ബെർമാറ്റിക് ഇസ് എക്സ്പെൻസീവ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നിലമ്പൂർ തേക്കിനേക്കായും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു മരമാണ് ബെർമാറ്റിക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വാതിൽ കട്ടില, ജനൽ കട്ടില, അതുപോലെ എന്തെല്ലാം ഉപയോഗിക്കാന്നാ നമ്മളൊന്നുകൂടെ ഞാൻ പറഞ്ഞല്ലോ പോലെ അതിനകത്ത് എല്ലാത്തിനും ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കട്ടില ജനലൊക്കെയാണ്. പിന്നെ ഡോറിന്റെ പലക, പിന്നെ വുഡൻ ഫ്ലോറിങ്, പിന്നെ പാനലിംഗ്, ഇതിനൊക്കെ നമ്മുടെ മരം ഉപയോഗിക്കാം. ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഓക്കെ. ഈ ഒരു പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്?
ഞങ്ങൾക്ക് ഓൾ കേരള ഡീലേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് 100 ഡീലർ പരം ഇപ്പൊ നമുക്ക് ഓൾ കേരള നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഇപ്പോഴും നമുക്ക് ഡീലർഷിപ്പ് എൻക്വയറീസ് പുതിയത് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ട്രീറ്റ് എന്നൊരു ബ്രാൻഡായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് 4 മാസം ആയുള്ളൂ. അപ്പം ഞങ്ങളുടെ ടാർഗറ്റഡ് സെയിൽസ് അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയ ഡീലേഴ്സിനെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു കമ്പനി പോളിസി ആയിട്ട് വെച്ചോണ്ട്. ഓക്കെ, പക്ഷെ നമ്മളെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാട്ടോ, അവർ എങ്ങനെയായാലും നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇനി അങ്ങോട്ട് നിങ്ങൾ ചെതലിന്റെ ഒരു പ്രശ്നം കൊണ്ട് മരത്തടി ഉപയോഗിക്കാതിരിക്കരുത്, അതാണ് ആവശ്യം. ചെതലിന്റെ പ്രശ്നം കൊണ്ടും മരം വളയുകയാണ്, പൊളയുകയാണ്, പൊട്ടിപ്പോവുകയാണ്. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൽ കണ്ടുവരുന്ന കോമൺ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 6 വെറൈറ്റീസ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഡീലേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഡീലേഴ്സിനും മരവുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഞങ്ങൾ ഡീലേഴ്സിനെ തിരഞ്ഞെടുത്തേക്കുന്നത് ജസ്റ്റ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ മരത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏത് ജില്ലയിൽ ഏത് ഡീലറിനെ തിരഞ്ഞെടുക്കണം, അയാൾക്ക് മരവുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഡീലറിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡീലേഴ്സിന് എല്ലാ ജില്ലകളിലും ഡീലേഴ്സിന് കാർപ്പൻ്റർ യൂണിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ കസ്റ്റമറിന് അത് പണിത് കൊടുക്കാനുള്ള സൗകര്യം വരെയും ഈ പറയുന്ന കാർപ്പൻറ്റേഴ്സ് അവരുടെ കാർപ്പൻറ്ററി യൂണിറ്റിൽ നിന്ന് ലഭ്യമാണ്. ആ സർവീസും വേണമെങ്കിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറയുകയാണ് എൻഡ് കസ്റ്റമർ. ഓക്കെ, അവർ കോൺടാക്ട് ചെയ്യട്ടെ. എന്തായാലും അവസാനമായി നന്ദി പറയുകയാണ്. വേറൊരു കാര്യത്തിനും കൂടെ, അതായത് നമ്മുടെ നാട്ടിലെ കാരണന്മാർ എപ്പോഴും പറയും മരത്തടി ഉപയോഗിച്ചോ, അതാണ് നല്ലത്. അവരുടെ വാക്കിന് വില നൽകിയതിന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.